വാരണാസി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഖച്ഛായ മാറുന്നു. ഹൈസ്കൂളിന് വേണ്ടി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനത്തിന് ഒരുങ്ങി. പ്ലാൻ ഫണ്ടിൽ നിന്നും 2 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. ഫെബ്രുവരി 20-ന് കെട്ടിടം ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈൻ വഴി നിർവഹിക്കും. വാരണാസി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുഖച്ഛായ തന്നെ മാറുന്ന രൂപത്തിലാണ് പുതിയ കെട്ടിടം ഉയർന്നിരിക്കുന്നത്. ഹൈസ്കൂളിന് വേണ്ടിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ശോചനീയാവസ്ഥയിലായ വർഷങ്ങൾ പഴക്കമുള്ള പഴയ കെട്ടിടം പൊളിച്ച് ആ ഭാഗത്തു തന്നെയാണ് പുതിയ കെട്ടിടം ഉയർന്നിരിക്കുന്നത്. പ്ലാൻ ഫണ്ടിൽ നിന്നും 2 കോടി രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 2 നിലകളിലായി 9 ക്ലാസ് മുറികളാണുള്ളത്. കെട്ടിടം ഉദ്ഘാടനത്തിന് സജ്ജമായിട്ടുണ്ട്. പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ 3 കെട്ടിടങ്ങളാണ് സ്കൂളിനായി ഇതിനകം അനുവദിച്ചിരിക്കുന്നത്. പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഫെബ്രുവരി 20-ന് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈൻ വഴി നിർവഹിക്കും. മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. ചടങ്ങിൽ MLAയെ PTAയുടെ നേതൃത്വത്തിൽ ആദരിക്കും. രാവിലെ 10:30-ന് ആരംഭിക്കുന്ന പഠനോത്സവത്തിൻ്റെ ഉദ്ഘാടനം ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ നിർവഹിക്കും. ഉച്ചതിരിഞ്ഞ് യാത്രയപ്പും കലാപരിപാടികളും ഉണ്ടായിരിക്കും. UP സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ AK ലത, C ബിന്ദു എന്നിവർക്കാണ് യാത്രയപ്പ് ഒരുക്കുന്നതെന്ന് സ്കൂൾ ഹെഡ് മിസ്സസ് ഗീത STVയോട് പറഞ്ഞു. കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത് വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടിയാണ്. ചടങ്ങിൽ പട്ടാമ്പിയുടെ MLA മുഹമ്മദ് മുഹസിൻ അധ്യക്ഷത വഹിക്കും. വാരണാസി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പട്ടാമ്പിയുടെ MLA 3 കെട്ടിടങ്ങളാണ് നൽകിയിട്ടുള്ളത് എന്ന വലിയ സന്തോഷം ഇവിടെ പങ്കുവയ്ക്കുകയാണ്. സ്കൂളിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിന് ഈ ഒരു ഇടപെടൽ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനം തോന്നുന്ന ഒന്നാണ്. നാളത്തെ ചടങ്ങിൽ വെച്ച് ഏറ്റവും നല്ല നിയമസഭാ സാമാജികനുള്ള അവാർഡ് നേടിയ മുഹമ്മദ് മുഹസിൻ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ന്യൂസ് സെൻ്റർ ഷൊർണൂർ.